ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു അടിപൊളി ബിഗ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് കുറച്ച് കട്ടിയുള്ള കാർഡ്ബോർഡ് വേണം. അതിനായിട്ട് നമ്മൾ കുറച്ച് കാർഡ്ബോർഡ്സ് എടുക്കുന്നുണ്ട്. ഇതേപോലത്തെ 4 കാർഡ്ബോർഡുകൾ വേണം. 2 വലുതും 2 ചെറുതും, അങ്ങനെ 4 നമുക്ക് വേണം. പിന്നെ നമുക്ക് വേണ്ടത് ഇതേപോലെ 2 കൂർപ്പിച്ച പെൻസിൽ പോലത്തെ ഇങ്ങനത്തെ ഒരു 2 വേണ്ടത്. അതിന് ശേഷം അതേ അതിൽ തന്നെയുള്ള പോലത്തെ ഹൈറ്റ് തന്നെയുള്ള 2 കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ടാവും. ഇത്രയ്ക്ക് തന്നെ അതിൻ്റെ ഒപ്പമുള്ള അത്രയ്ക്ക് തന്നെ 2 നമുക്ക് ആവശ്യമുണ്ട്. അതിന് ശേഷം പിന്നെ വേണ്ടത് ഇതേപോലൊരു പെട്ടിയായിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. അതിന് ശേഷം പിന്നെ 2 വേണ്ടത് ഇതേപോലെ കുഞ്ഞ് 2 കാർഡ്ബോർഡ് പീസസും ആണ് കേട്ടോ നമുക്ക് വേണ്ടത് കേട്ടോ ഗൈസ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്കതിനായിട്ട് കളർ പേപ്പറോ ന്യൂസ് പേപ്പറോ എന്ത് വെച്ചിട്ട് ഇനിയും പൊതിഞ്ഞിരിക്കാനും. അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ സാധാരണ ഒരു പേപ്പറുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പൊതിയാം. പിന്നെ എടുക്കുമ്പോൾ കുറച്ച് കട്ടിയുള്ളതിനെ എടുക്കുക കേട്ടോ. നമുക്ക് യൂസ് ചെയ്യാൻ കുറച്ചും കൂടി ഒന്ന് ഉണ്ടാവുള്ളൂ. അതിന് ശേഷം ഞാൻ പറഞ്ഞ പോലെ ഞാൻ പേപ്പറാണ് കേട്ടോ എടുക്കുന്നത് റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പേപ്പർ എടുക്കുക ഒരു 3-4 എടുക്കുന്നുണ്ട്. നമുക്ക് അതൊന്നും ആവശ്യം ഉണ്ടാവില്ല. ഒരു 2 നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ആവശ്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ എൻ്റെ പുറത്തുള്ള ആ ചുവപ്പ് ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് ചെത്തി മാറ്റിയതിന് ശേഷം നമ്മുടെ ഫെവിക്കോൾ വെച്ചിട്ടാണ് നമ്മളത് ഒട്ടിക്കുന്നത് കേട്ടോ. ബാക്കിലോട്ട് ഇങ്ങനെ പശ വെച്ചിട്ട് നമ്മൾ ഇതിങ്ങനെ മടക്കുക, ഒന്ന് ഒട്ടി കുറച്ച് കഴിയുമ്പോൾ ഒട്ടും. ഫെവിക്കോൾ അതിന് പെട്ടെന്ന് ഒട്ടും. അതിന് ശേഷം അതൊക്കെ ഇങ്ങനെ മടക്കി ഇങ്ങനെ റാപ്പ് ചെയ്യുക. അതിന് ശേഷം ഞാൻ എൻ്റെ ലാസ്റ്റത്തെ ഇങ്ങനെ റാപ്പ് ചെയ്തിട്ട് മൊത്തം റാപ്പ് ചെയ്തിട്ടുണ്ട്. വലിയ ഭംഗിയൊന്നുമില്ലെങ്കിലും എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ആക്കിയിട്ടുണ്ട്. കുറച്ചെണ്ണം കൊളായിട്ടുണ്ട്, നമുക്ക് എന്തായാലും അഡ്ജസ്റ്റ് ചെയ്യാം. അതിന് ശേഷം നമ്മൾ എടുക്കുന്നത് അതൊന്ന് ഒട്ടിച്ചെടുക്കണ്ടേ. അപ്പോൾ ഒട്ടിക്കാൻ കൂടുതൽ നല്ലത് ഫെവിക്കോളായിട്ട് നടക്കില്ല, നമ്മൾ സൂപ്പർ ഗ്ലൂ കണ്ടെടുക്കണം. സൂപ്പർ ഗ്ലൂ എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പോൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ കാരണം വീഡിയോ തന്നെ ഉണ്ട് കേട്ടോ. നമുക്ക് ഒക്കെ ഒന്ന് ഒരേതുപോലെ നമുക്ക് ഒട്ടിക്കേണ്ട പാകത്തിൽ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമ്മൾ അതിൻ്റെ കൂർപ്പുള്ള ഭാഗമായിട്ടുള്ള എടുക്കുക. അതിന് ശേഷം നമ്മളിത് വേറെ ഇങ്ങനത്തെ ഉണ്ടാവില്ലേ, നമ്മൾ അതാണ് ആദ്യം ഒട്ടിക്കണത്. അപ്പോഴാണ് ഗൈസ് സൂപ്പർ ഗ്ലൂ നമ്മളെ ചതിച്ചത്. കയ്യുമ്പോൾ മൊത്തമായിട്ടോ ഗൈസ് സൂപ്പർ ഗ്ലൂ. എന്നിട്ടിപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ അതിങ്ങനെ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ്. ഞാൻ എങ്ങനെയൊക്കെയോ എന്നാലും സഹിച്ച് ആക്കുന്നുണ്ട്. അവിടെ ആകെ ആയിട്ടോ കുറേ സൂപ്പർ ഗ്ലൂ നിലത്ത് പോയി. എന്നാലും ഞാൻ നിർത്തിയില്ല, ഞാൻ നന്നായിട്ട് അങ്ങോട്ട് ഒട്ടിച്ചു. അപ്പോൾ നമ്മളിതാ ഇങ്ങനെ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കി പാർട്ട് 2 കാണാം കേട്ടോ ഗൈസ്.